ഇസ്രായേലിനെ എല്ലാ സമയത്തും ഞങ്ങൾക്ക് രക്ഷിക്കാനാകില്ല. ലബനനുള്ളിൽ ഒരു യുദ്ധഭീഷണി അല്ലെങ്കിൽ ഒരു യുദ്ധം തുടങ്ങണം എന്ന് ഇസ്രായേൽ ചിന്തിച്ചാൽ തീർച്ചയായും അമേരിക്കയെ കൊണ്ട് ഇസ്രായേലിനെ തടയാൻ സാധിക്കില്ല. ഇസ്രായേലിനെ സംബന്ധിച്ച് ലബനൻ വാർ ഇസ്രായേൽ തീർച്ചയായും ചിന്തിച്ച് ചെയ്യണം. ആവശ്യമില്ലാത്ത പ്രശ്നം ലബനിൽ തുടങ്ങി വെച്ച് മുഴുവൻ മിഡിൽ ഈസ്റ്റിനെയും ഈ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിടേണ്ട ശ്രമം ഇസ്രായേൽ ഉപേക്ഷിക്കണമെന്ന് ഒരു വലിയ ഉപദേശം ഇസ്രായേലിന് അമേരിക്ക കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഹമാസ് വേറെ, ഹിസ്ബുള്ള വേറെയാണ്. ഹിസ്ബുള്ളയുടെ അറ്റാക്ക് ഇസ്രായേലിനെ കൊണ്ട് ഈസിയായി കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല എന്ന് മറ്റ് പല വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട കാര്യം, റഷ്യയ്ക്കുള്ളിൽ വീണ്ടും ഒരു തീവ്രവാദ അറ്റാക്ക് നടന്നു. ഇതിൽ 21 പേരോളം ഇതുവരെയും മരിച്ചിട്ടുണ്ട്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ജനറൽ കാർലസ് ബ്രൗൺ, ഇദ്ദേഹം ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫിന്റെ ചെയർമാനാണ്. ഇദ്ദേഹം ഒരു കാര്യം കൺഫേം ചെയ്തു. അമേരിക്കയെ സംബന്ധിച്ച് ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട സൗഹൃദ നാടാണ്. ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരിക്കുന്ന ഒരു നാട്. എന്നാൽ അങ്ങനെയുള്ള അമേരിക്കയെ കൊണ്ട് ഇപ്പോൾ ഇസ്രായേലിനെ തടയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, ഹമാസുമായി ഉണ്ടായ ഈ ഒരു പ്രശ്നത്തിൽ ഇസ്രായേലിന് ആവശ്യമായ സഹായങ്ങൾ കൂടുതലും അമേരിക്കയാണ് ചെയ്യുന്നത്. പക്ഷേ ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അവരുടെ അറ്റാക്കിൽ നിന്നും ഇസ്രായേലിനെ രക്ഷിക്കുക എന്നുള്ളത് അമേരിക്കയ്ക്ക് വലിയൊരു വെല്ലുവിളിയായി മാറും. അമേരിക്ക മാത്രമല്ല, അമേരിക്കയുടെ സൗഹൃദ നാടുകൾ ബ്രിട്ടൻ, ഫ്രാൻസ് പോലുള്ള എല്ലാ നാടുകൾക്കും ഇത് വലിയൊരു പ്രശ്നമായി മാറും. ചില സമയങ്ങളിൽ ഈ എല്ലാ നാടുകൾ ചേർന്നാൽ പോലും ഹിസ്ബുള്ളയുടെ ചില അറ്റാക്കിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ഇതിലും വളരെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം തന്നെ പറഞ്ഞു, ഹമാസ് വേറെ, ഹിസ്ബുള്ള വേറെയാണ്. എന്നാൽ അങ്ങനെയുള്ള ഹമാസ് തന്നെ ഒരു മണിക്കൂറിൽ 5000-ൽ കൂടുതൽ റോക്കറ്റ്സ് ഫയർ ചെയ്ത് ഇസ്രായേലിന്റെ അയൺ ഡോമിനെ സാച്ചുറേറ്റ് ചെയ്തു. ഈ റോക്കറ്റെല്ലാം അവർ നിർമ്മിച്ചതാണ്. എല്ലാം അവരുടെ വീട്ടിൽ തന്നെ നിർമ്മിച്ച് ഇസ്രായേലിൽ വിക്ഷേപിച്ചു. അതിൽ നിന്നുമുണ്ടായ ഡാമേജ് എന്നത്, ഒരു ബിൽഡിങ്ങിൽ അത് ചെന്നുണ്ടായ നാശനഷ്ടം എന്നുള്ളത് വളരെ മിനിമലാണ്. അതെല്ലാവർക്കും അറിയാം. എന്നാൽ ഇതേ കാര്യം ഹിസ്ബുള്ള ചെയ്യുകയാണെങ്കിൽ ആഘാതം വളരെ വലുതായിരിക്കും. ഒരു ദിവസം 3000 മുതൽ 4500 റോക്കറ്റ്സ് വരെയും 3 ആഴ്ചയോളം, അതായത് ഓരോ ദിവസവും 3000 മുതൽ 4000 റോക്കറ്റ്സ് വരെയും നോർത്തേൺ ഇസ്രായേലിൽ മാത്രം ഹിസ്ബുള്ളയെ കൊണ്ട് ഫയർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ അവർ ഫയർ ചെയ്താൽ ഇസ്രായേലിലെ അയൺ ഡോം സിസ്റ്റത്തിനെ അവർ റീലൊക്കേറ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരും. ഇവിടെ എല്ലാവർക്കും ഒരു സംശയം വരാം, അയൺ ഡോമിനെ സംബന്ധിച്ച് മിസൈൽസിനെ ഇന്റർസെപ്റ്റ് ചെയ്യും, റോക്കറ്റ് കൊണ്ട് എന്ത് ഡാമേജ് ആണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന്. അവിടെ അവർക്ക് അയൺ ഡോം വയ്ക്കാതിരുന്നാൽ പോരെ എന്ന്. പക്ഷെ ഇവിടെ ഹിസ്ബുള്ളയുടെ തന്ത്രം എന്നത് മറ്റൊരു രീതിയിലായിരിക്കും. തീർച്ചയായും ആ തന്ത്രം തന്നെയായിരിക്കും അവർ ചെയ്യുക. ആദ്യം ചെറിയ ചെറിയ റോക്കറ്റ്സിനെ അകത്തേക്ക് അയച്ച് അയൺ ഡോമിനെ ഇന്റർസെപ്റ്റാർ ചെയ്യുന്നത് പോലെ അതിനെ സാച്ചുറേറ്റ് ചെയ്യും. എന്നിട്ട് അടുത്ത ഘട്ടമായി ഹിസ്ബുള്ളയുടെ മിസൈൽ പവർ പുറത്തേക്ക് വരും. അവർ മിസൈൽസിനെ അകത്തേക്ക് അയച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. സൂയിസൈഡ് ബോംബിനപ്പുറം അറ്റാക്ക് ബോംബിനെയും അകത്തേക്ക് അയക്കും. ഇങ്ങനെ മറ്റൊരു രീതിയിലുള്ള തന്ത്രമായിരിക്കും ഹിസ്ബുള്ള ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് അയൺ ഡോം ആ സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്താൽ, ഒരു പക്ഷേ റീലൊക്കേറ്റ് ചെയ്തില്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ വലിയ വലിയ മിസൈൽസ് വെച്ചായിരിക്കും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. കാരണം ഇവിടെ കുറച്ച് അയൺ ഡോം സിസ്റ്റം മാത്രമേ ഉള്ളൂ എന്നുള്ള, അതിനെ വെറുതെ എന്തിന് സാച്ചുറേറ്റ് ചെയ്യണം? ഡയറക്റ്റ് അയൺ ഡോമിന്റെ കപ്പാസിറ്റിക്ക് അപ്പുറം അകത്തേക്ക് മിസൈൽസ് അയക്കുമ്പോൾ തീർച്ചയായും ആ ഒരു സിസ്റ്റത്തെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഹെസ്ബുള്ളയ്ക്ക് അറിയാം. ഇത് തന്നെയാണ് കഴിഞ്ഞ 200 ദിവസത്തിലേറെയായി റിപ്പീറ്റായി നടക്കുന്നത്. മാത്രമല്ല, നോർത്തേൺ സൈഡോട് ചേർന്നിരിക്കുന്ന ഭാഗങ്ങളിൽ 3% ആന്റി ഡ്രോൺ സിസ്റ്റം ആയാലും അയൺ ഡോം പോലുള്ള മിസൈൽ ഇന്റർസെപ്റ്റർ ചെയ്യുന്ന സിസ്റ്റംസിനെ ആയാലും ഇതെല്ലാം മുഴുവനായും ഇസ്രായേൽ നഷ്ടപ്പെടുത്തി. ശരി, ഇസ്രായേലിന് മാത്രമാണോ നഷ്ടം? മറ്റൊരു ഭാഗത്ത് ഹിസ്ബുള്ളയ്ക്കൊന്നും ഇല്ല എന്ന് ചോദിക്കാം. 13% ഹിസ്ബുള്ളയുടെ ഗോഡൌൺസ് ഒക്ടോബർ 7-ാം തീയതി നടന്ന അറ്റാക്കിന് ശേഷം ഇസ്രായേൽ കാരണം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെയാണെങ്കിൽ കൂടിയും ഹിസ്ബുള്ളയ്ക്ക് ഇപ്പോഴും വലിയൊരു സ്റ്റോക്ക് തന്നെയുണ്ട്. അതിനുള്ള കാരണം ഇറാനാണ്. ഹമാസിൽ നടന്ന അറ്റാക്കിന് ശേഷം ഇസ്രായേലിനുണ്ടായ നഷ്ടത്തെക്കാട്ടിലും ലബനനിൽ അവർ യുദ്ധം തുടങ്ങുകയാണെങ്കിൽ ഇസ്രായേലിനുണ്ടാകുന്ന നഷ്ടം എന്നത് തീർച്ചയായും വളരെ വലുതായിരിക്കും. അത് 2 ഭാഗത്തും നഷ്ടമുണ്ടായിരിക്കും, അതിലൊരു മാറ്റവുമില്ല. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ ഹിസ്ബുള്ളയെ കൊണ്ട് 3 ആഴ്ചയോളം ആ ഒരു യുദ്ധത്തെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. അത്രത്തോളം സ്റ്റോക്ക് അവർക്കുണ്ട്. ഇസ്രായേലിനെതിരായിട്ടുള്ള നാടുകൾ ഹിസ്ബുള്ളയ്ക്ക് സപ്പോർട്ടായും വരും. ഉദാഹരണത്തിന് അഫ്ഗാനിസ്ഥാൻ താലിബാൻസ് തീർച്ചയായും ഹിസ്ബുള്ളയെ സപ്പോർട്ട് ചെയ്യും. പാകിസ്ഥാനിലെ ചില സംഘടനകൾ അവരും ഹിസ്ബുള്ളയെ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇറാൻ ഡയറക്റ്റ് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് തന്നെ പറഞ്ഞു. അവരുടെ ഫൈറ്റേഴ്സ് അകത്തേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് സ്റ്റാൻഡിംഗ് സോൾജേഴ്സ് ആക്റ്റീവായി 100,000-ൽ കൂടുതലുണ്ട്. അവരെല്ലാം തയ്യാറായി നിൽക്കുകയാണ്. ഇത് ഇസ്രായേലുമായി കമ്പയർ ചെയ്യുമ്പോൾ ഹിസ്ബുള്ളയ്ക്ക് വലിയൊരു കാര്യമാണ്. മാത്രമല്ല, ഇൻഡയറക്റ്റായി ഇവർക്കുള്ള ബാക്കപ്പ് റിസോഴ്സ് എന്നത് വളരെ കൂടുതലായും വരുന്നുണ്ട്.
ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്റ്റർ അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട്. അമേരിക്കയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. നെതന്യാഹു ചില ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ഷിപ്മെന്റ്സ് ലേറ്റ് ആക്കുന്നുണ്ട്, ഇസ്രായേൽ തോൽക്കുന്നത് അമേരിക്ക നോക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന്. ഇതിന് അമേരിക്ക തിരിച്ച് ഒരു മറുപടി പറഞ്ഞു. ഇസ്രായേൽ അമേരിക്കയ്ക്ക് നൽകുന്ന ആ ഒരു പ്രഷർ, അല്ലെങ്കിൽ അമേരിക്കയെ കുറ്റം പറയുന്നത് അവസാനിപ്പിച്ചിട്ട് അടുത്ത് എന്ത് ചെയ്യാം, ഈ ഒരു ഡിഫൻസ് മിനിസ്റ്ററിനും അമേരിക്കയ്ക്കും ഇടയിൽ നടക്കുന്ന ഈ ഒരു ചർച്ചയിൽ അടുത്ത് എന്ത് ചെയ്യാമെന്നുള്ളതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് ശരിയായ ഒരു മറുപടി ഇസ്രായേലിന് അമേരിക്ക നൽകി. മാത്രമല്ല, നെതന്യാഹു ഇന്നലെ പുറത്തുവിട്ട ഒരു വീഡിയോയിൽ ഒരു കാര്യം കൺഫേം ചെയ്തു. ഹമാസുമായി ഞങ്ങൾക്ക് നടക്കുന്ന പ്രശ്നം എന്നുള്ളത് എത്രയും പെട്ടെന്ന് അവസാനിക്കും. വളരെ പ്രധാനപ്പെട്ട തീരുമാനം ഹമാസിനും ഞങ്ങൾക്കും ഇടയിൽ ഉണ്ടാകാൻ പോകുന്നു. ഗാസയിൽ ഇസ്രായേലിന്റെ ഓപ്പറേഷൻസ് വളരെ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ആകുമെന്നൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അങ്ങനെയാണോ? അപ്പോൾ ഈ ഒരു യുദ്ധം പെട്ടെന്ന് തന്നെ അവസാനിക്കുമോ? ഹമാസിനും ഇസ്രായേലിനും ഇടയിൽ ഒരു സമാധാന ചർച്ച സൈനായോ? ഹോസ്റ്റേജസിന്റെ അവസ്ഥ അപ്പോൾ എന്താകും? ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും. എന്നാൽ അടുത്ത് അയാൾ പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ സൈനികരെ മറ്റൊരു ദിശയിലേക്ക് തിരിക്കാനുള്ള ആവശ്യകത ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളുടെ കാലുകൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ തയ്യാറായിട്ടുണ്ട് എന്ന് ഒരു ഹിന്റ് കൊടുത്തു. ഇത് ലബനനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. കാരണം ഇസ്രായേൽ അവരുടെ സൈനികരെ മാത്രമല്ല, ഇപ്പോൾ കൂടുതലായി ടാങ്കും നോർത്തേൺ ബോർഡറെ നോക്കി മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു യുദ്ധഭീഷണി എന്നുള്ളത് വളരെ അധികമായിട്ടുണ്ട്. നേരത്തെ ഫ്രാൻസ് പറഞ്ഞിരുന്നു, ലബൻ ആവശ്യമായ എല്ലാ സപ്പോർട്ടും ഞങ്ങൾ കൊടുക്കും, ഹിസ്ബുള്ളയെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് എതിരായിട്ടുള്ള സപ്പോർട്ട് ഞങ്ങൾ ലബനന് നൽകാൻ തയ്യാറാണ് എന്ന്. ഇതുപോലെ കാനഡയിൽ നിന്നും ഒരു അറിയിപ്പ് വന്നു. ഇസ്രായേലിന്റെ സിറ്റിസൺസ് ആരെങ്കിലും ഹിസ്ബുള്ളയുടെ അറ്റാക്കിൽ ബാധിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് ആവശ്യമായ വിസ അത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്ത് നൽകുമെന്ന് കാനഡ അറിയിച്ചു. ഞങ്ങളുടെ വാതിൽ ഇസ്രായേൽ സിറ്റിസൺസിന് വേണ്ടി എപ്പോഴും ഓപ്പൺ ആയിരിക്കും എന്നും പറഞ്ഞു. എന്നാൽ ഇതേ കാനഡ ആയാലും മറ്റു യൂറോപ്യൻ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസ് ആയാലും ഒരു അറിയിപ്പ് പോലും കൊടുത്തില്ലായിരുന്നു. അതെപ്പോഴാണെന്ന് അറിയാമോ? ഗാസയിൽ ഇസ്രായേൽ കാരണം ഒരുപാട് ജനങ്ങൾ ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ അവർക്ക് ഷെൽട്ടർ നൽകാനോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ സഹായം ഞങ്ങൾ ചെയ്യാമെന്ന് ഏതൊരു നാട് പോലും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് അവർ കടന്നിട്ടുണ്ട്. ഒരേ ഒരു അനൗൺസ്മെന്റ് മാത്രമാണ് ബാക്കി. അമേരിക്കയുടെ പ്രഷർ കാരണം ഇവർ ഒരു പക്ഷേ പിന്നിലേക്ക് പോയാൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രഷർ പോലും ഞങ്ങൾ കാര്യമാക്കില്ല, അവരുടെ വാക്കുപോലും ഞങ്ങൾ കേൾക്കില്ല എന്നൊരു തീരുമാനം ഇസ്രായേൽ എടുത്താൽ അടുത്തൊരു യുദ്ധം തീർച്ചയായും ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കും ഇടയിൽ നടക്കാൻ പോകുന്നുണ്ട്. ഇതിന്റെ പ്രത്യാഘാതം എന്നത് രണ്ട് ഭാഗങ്ങൾക്കും ഉണ്ടാകും. മറ്റു നാടുകൾ വന്ന് ലബനനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള പേരിൽ ആ ഗവൺമെന്റ് വന്ന് ഹിസ്ബുള്ളയെ ആക്രമിച്ചാൽ, ലബനനിൽ ഒരു യുദ്ധം ആരംഭിക്കുകയും ചെയ്താൽ ഇറാൻ ലബനനെതിരെ ഒരു യുദ്ധത്തിലേക്ക് കടക്കും. ഈ സമയം മുഴുവൻ വെസ്റ്റും ഇറാനെ ഞങ്ങൾ എതിർക്കുന്നു, ഇറാനെ ഞങ്ങൾ കൗണ്ടർ ചെയ്യുന്നു എന്ന പേരിൽ ഇറാന് എതിരെയുള്ള ഒരു അറ്റാക്ക് നടക്കാൻ തുടങ്ങിയാൽ ഇറാന് ബാക്കപ്പായി തീർച്ചയായും റഷ്യ വരും. ഇറാൻ റഷ്യയ്ക്ക് ചെയ്ത സഹായങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും ഇറാന് സഹായമായി റഷ്യ വരും. അടുത്ത യുദ്ധം എന്നത് ഉക്രൈനിലായിരിക്കില്ല നടക്കുന്നത്, ലബനനെ അടിസ്ഥാനമാക്കിയായിരിക്കും നടക്കുക. അടുത്തത് റഷ്യയെക്കുറിച്ചുള്ള ഒരു കാര്യമാണ്. റഷ്യയിലെ ഡാജസ്റ്റൻ പ്രൊവിൻസിൽ വലിയൊരു തീവ്രവാദ അറ്റാക്ക് നടന്നു 2 സ്ഥലങ്ങളിൽ. രണ്ടും ചർച്ചിനെ ഫോക്കസ് ചെയ്താണ് നടന്നത്. അതിൽ 6 പേർ സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുന്നു. ഇതൊരു ആദ്യഘട്ട അറിയിപ്പാണ്. അവസാനമായി വന്ന അപ്ഡേറ്റ് അനുസരിച്ച് 21 പേരോളം ആ ഒരു സ്ഥലത്ത് മരിച്ചു. പക്ഷെ അടുത്ത 3 മണിക്കൂറിനുള്ളിൽ അകത്തേക്ക് പോയ ഭീകരവാദികളെ എല്ലാം റഷ്യയുടെ സെക്യൂരിറ്റി ഫോഴ്സസ് വെടിവെച്ചു കൊന്നു. ഈ ഒരു അറ്റാക്കിനെ ആരും ഇതുവരെ ഒഫീഷ്യലി അറിയിച്ചിട്ടില്ല. വളരെ ക്രൂരമായ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ആ ചർച്ചിലെ ഫാദർ വളരെ ക്രൂരമായ രീതിയിൽ മരിച്ചു. അദ്ദേഹത്തിന്റെ കഴുത്തറുത്താണ് കൊന്നത്. ഇത് കേൾക്കുമ്പോൾ ഇത് ആര് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റൈലിൽ കൊല്ലുന്നത് ആരായിരിക്കും എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും. ഇതിന് പുറകിൽ IS ഉണ്ടാകാനും ISIS ഉണ്ടാകാനുമുള്ള ഒരുപാട് സാധ്യതയുണ്ട്. പ്രധാനമായും റഷ്യയെ സംബന്ധിച്ച് ഈ തീവ്രവാദ അറ്റാക്കെല്ലാം ചെച്ചന്യ വാറിന് ശേഷം ഒരു രീതിയിൽ കൺട്രോളായി. ആ ഒരു യുദ്ധത്തിന് മുൻപ് വരെയും റഷ്യ വേറൊരു രീതിയിലായിരുന്നു. എന്നാൽ ചേച്ചൻ വാർ അവസാനിച്ചതിന് ശേഷം ആ ഒരു അവസ്ഥ മാറി. എന്നാൽ അടുത്തിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കിയാൽ വീണ്ടും തീവ്രവാദ അറ്റാക്കുകൾക്ക് റഷ്യ ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പുറകിൽ ഒരുപക്ഷെ ഒരുപാട് പേർ കാണും. ചിലർ ഉക്രൈൻ ഇപ്പോൾ കുറ്റം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഉക്രൈന് സപ്പോർട്ടായിരിക്കുന്ന അമേരിക്കയാണ് ഇങ്ങനെയുള്ള അറ്റാക്കുകൾ റഷ്യയിൽ നടത്തുന്നതായും പറയുന്നു. പക്ഷേ റഷ്യ ഇതിനെക്കുറിച്ച് ഒഫീഷ്യലായി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഇത്ര പേരെ കൊന്നു എന്നുള്ള ഒരു അനൗൺസ്മെന്റ് മാത്രം കൊടുത്തു. അവർ ചെയ്ത ആദ്യത്തെ കൗണ്ടർ അറ്റാക്കിൽ 4 തീവ്രവാദികൾ വരെ മരിച്ചു എന്ന് പറഞ്ഞു. ഇതിനിടയിൽ ഉക്രൈൻ ചെയ്തത് ക്രീമിയയിൽ ATACMS ഉപയോഗിച്ച് ചെയ്ത അറ്റാക്കിൽ 2 റഷ്യൻ കുഞ്ഞുങ്ങൾ മരിച്ചു. 15-ൽ കൂടുതൽ പേർക്ക് ഗുരുതരമായ പരിക്ക് സംഭവിച്ചു. വീണ്ടും ക്രീമിയ ഭാഗങ്ങളെ ചുറ്റി ഉക്രൈൻ ചെയ്യുന്ന അറ്റാക്ക് എന്നത് കൂടി വരികയാണ്. അതിലും അമേരിക്കയുടെ ചാര ഡ്രോൺസിന്റെ പ്രവൃത്തി എന്നത് കൂടിയിട്ടുണ്ട് എന്ന് ഫ്ലൈറ്റ് റേഡാറിന്റെ ഡേറ്റാസ് വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. റഷ്യയുടെ അടുത്ത ലക്ഷ്യം എന്നത് ഉക്രൈനിൽ കൊടുക്കുന്നതിനെക്കാട്ടിലും ക്രീമിയൻ കടൽപ്പരപ്പിന് മുകളിൽ പറക്കുന്ന അമേരിക്കൻ ഡ്രോൺസ്, അമേരിക്കയുടെ സർവൈലൻസ് വിമാനങ്ങൾക്ക് നേരെ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു അറ്റാക്കിനെല്ലാം റഷ്യയെ കൊണ്ട് തടയാൻ സാധിക്കും. ഈ വീഡിയോ അവസാനം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്,
ഹെസ്ബുള്ള 1,00,000 സോൾജേഴ്സുമായി ഇപ്പോൾ തയ്യാറായി നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് അമേരിക്ക പറയുന്നു ഇസ്രായേലിനെ എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കില്ല, രക്ഷിക്കാൻ സാധിക്കില്ല എന്നൊരു പ്രധാനപ്പെട്ട അനൗൺസ്മെന്റ് കൊടുത്തു. ഈ ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അതെങ്ങനെയുള്ള അവസാനമായിരിക്കും ഉണ്ടാക്കുക? ഒരു ഭാഗത്ത് ഹെസ്ബുള്ള, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, റഷ്യ എന്ന ഒരു സഖ്യം രൂപപ്പെടുമോ? അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ ഒന്നും നടക്കാതെ പോകുമോ? അല്ലെങ്കിൽ യുദ്ധം നടന്നാൽ ആർക്ക് കൂടുതൽ നഷ്ടമുണ്ടാകുമെന്നുള്ളതും കമന്റിൽ പറയുക. അടുത്ത ലബനൻ യുദ്ധം എന്നത് ആർക്ക് അനുകൂലമായി മാറുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.